ഹലോ, എനിക്ക് നാട്ടിൽ പോകാൻ സമയമായി കേട്ടോ. അപ്പോൾ പിന്നെ പാക്കിംഗ് ഒക്കെയാണ് ഇവിടെ. അതിനിടയിലൂടെ ഞങ്ങൾക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ദോശ ഹട്ടീന്ന് നല്ല ദോശ, തട്ട് ദോശ. അപ്പോൾ അത് കഴിക്കാനാണ് എനിക്കിപ്പോൾ കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് നേരത്തെ കിടക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. രാവിലെ ആയപ്പോഴത്തേനും നമ്മുടെ ദിനക്കുട്ടി റൂമിലോട്ട് വന്നു കേട്ടോ. രാത്രി അവനെ കാണാൻ ചെന്നപ്പോൾ അവൻ നല്ല ഉറക്കമായത് കാരണം അവൻ രാവിലെ തന്നെ വീട്ടിലേക്ക് ഞങ്ങളുടെ റൂമിലേക്ക് എത്തി. അതിനുശേഷം ഞങ്ങൾ ലഗേജൊക്കെ ആയിട്ട് താഴേക്ക് പോവാം. സുബൈർക്ക് താഴെ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പയ്യന്മാരെല്ലാം താഴെയുണ്ട്. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ്, കാരണം കരയിപ്പിക്കാൻ ഒരു മാക്സിമം ശ്രമിച്ചു. ബട്ട് ഞങ്ങൾ കരഞ്ഞില്ല. പക്ഷെ മുഖത്ത് ആ ഒരു മ്ലാനത കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ കൂടി പിക്ക് ചെയ്യാനുണ്ടായിരുന്നു, ശ്രീഹരി. കാരണം അവൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ 4th month ആണ്. അത് കാരണം എനിക്ക് ചെറിയ വോമിറ്റിങ്ങും തലകറക്കും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാൾ കൂടെ ഉള്ളത് നല്ലതല്ലേ. അപ്പോൾ ഞങ്ങൾ ഫുജൈറ മലകൾ താണ്ടിക്കഴിഞ്ഞു. പിന്നെ രാവിലെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഇടയ്ക്കൊന്ന് വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്യാസ് കയറിയിട്ട്. പിന്നെ ഞങ്ങളൊരു ഫുഡ് കഴിച്ച് ഞങ്ങൾ മൂന്നാളും നല്ല നെയ്റോസ്റ്റ്, സുബൈർക്ക് മാത്രം പൂരി കറിയും കഴിച്ചു. അങ്ങനെ ഷാർജ എയർപോർട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എയർപോർട്ട് എത്താറായി. ചെറിയ സങ്കടവും, ചെറിയതല്ല നല്ല സങ്കടം ഉണ്ടായിരുന്നു. കരച്ചിലും പിഴിച്ചിലൊക്കെ കഴിഞ്ഞ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറി. ലഗേജ് കൂടുതൽ കാരണം എൻ്റെ ഹാൻഡ് ബാഗിലും കവറിലും ഒക്കെ ആയിട്ട് അവൻ സാധനങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഗേറ്റിനടുത്ത് എത്തി. പിന്നെ പ്രഗ്നൻ്റ് ആയത് കാരണമായിരിക്കും കുറച്ച് കൺസിഡറേഷൻ. എല്ലാവരും കയറി കഴിഞ്ഞ് ലാസ്റ്റ് കയറിയാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ അവസാനം ഞങ്ങൾ കയറി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് വെച്ചിട്ട് എയർ ഇന്ത്യയുടെ ഒരു അപകടമൊക്കെ ഉള്ളത് കാരണം സീറ്റ് വളരെ കൂടുതലായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല. ഒരു സീറ്റിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു. ബാക്കി 2 സീറ്റ് കാലിയായിട്ടൊക്കെയാണ് കിടന്നത്. അധികം ആൾക്കാരേ ഉണ്ടായിരുന്നില്ല. ഫ്ലൈറ്റ് ഭയങ്കര ഡിലേ ആയിരുന്നു. പിന്നെ ചെറുതായിട്ട് മൂവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ലേറ്റ് ആയത് കാരണം ഞങ്ങൾക്ക് ഫുഡ് നേരത്തെ എത്തി. കാരണം 12 മണിയോളം ആയിരുന്നു. അപ്പോൾ വടയും ഇഡ്ഡലി, ഒരു ബനാന കേക്ക്, ഫ്രൂട്ടി ജ്യൂസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ആയിട്ട് വന്നു. പിന്നെ 3-4 ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ്. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. കാരണം ഇടയ്ക്ക് വോമിറ്റ് ചെയ്യാൻ വന്നാലോ എന്ന് വിചാരിച്ചു. പിന്നെ എന്താണെന്നറിയില്ല, ചെറിയൊരു കുലുക്കമൊക്കെ. പിന്നെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, ആ ഒരു അപകടം നടന്നതല്ലേ ഉള്ളൂ. പിന്നെ വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. അങ്ങനെ ആശ്വസിച്ച് എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന്. കാരണം CID മിസൈലിലെ ഡയലോഗ് ഓർമ്മ വന്നിട്ടോ. അർജുൻ പിടിച്ചിരുന്നോണം വിമാനമാണ് എന്ന ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം പിടിച്ചിരുന്നോണം എയർ ഇന്ത്യയാണ്. കുഴപ്പമില്ല, എല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ കുറേ 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടും എത്തുന്നില്ല. ഒരുപാട് താമസിച്ചതുപോലെ തോന്നി. ഒരുപാട് ഇരുന്നിരുന്നിരുന്ന് മടുത്തു. പിന്നെ അവസാനം ഞങ്ങൾ നോക്കി, നല്ല പച്ചപ്പും കണ്ടു തുടങ്ങി പോന്നു. ഒന്നുമില്ല, മൊത്തം ഒരു പുകമയം. അവസാനം ഒരു പച്ചപ്പ് കണ്ട്. അപ്പം എനിക്ക് നല്ല സന്തോഷമായി. ഭാഗ്യം എത്തിയല്ലോ. ഇരുന്നിരുന്ന് മടുത്ത്. ഭൂമിയിലെത്തി. അവസാനം ലഗേജൊക്കെ നോക്കാനായിട്ട് അവൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലഗേജ് എല്ലാം, സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണം. എൻ്റെ ഹാൻഡ് ബാഗിലും കവറിലും ഒക്കെയാണ്. അപ്പം ഞങ്ങളതെല്ലാം മാറ്റി വെളിയിലെത്തിയപ്പോഴത്തേനും അച്ഛനും അമ്മയും നാത്തൂനും പിള്ളേരും എല്ലാവരും എത്തിയിരുന്നു. നല്ല മഴയും നല്ല തിക്കും തിരക്കും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് ലേറ്റായി. വീട്ടിലെത്തിയപ്പോൾ തന്നെ 8 മണിയോളം എത്തി. 6 മണിക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയതാണ്. ഓക്കെ.